16-ാം നിയമസഭയിൽ പ്രതിപക്ഷം ആദ്യമായി അടിയന്തര പ്രമേയത്തിനുള്ള നോട്ടീസ് നൽകിയപ്പോൾ അതിനെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിയും അതിനൊത്താശ പാടി സ്പീക്കറും ആ സമയം കൊടുക്കണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, പ്രതിപക്ഷത്ത് UDF ഇരുന്ന 15-ാം നിയമസഭയിൽ എത്ര അടിയന്തര പ്രമേയങ്ങളാണ് അവർ കൊണ്ടുവന്നത്. എല്ലാം അംഗീകരിച്ച, ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയങ്ങളെ അംഗീകരിച്ച ഭരണപക്ഷവും ചർച്ച നടത്തിയ നിയമസഭയുമായി 15-ാം നിയമസഭ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കുന്നതിന്റെ പേരാണ് രാഷ്ട്രീയ മര്യാദ എന്നുള്ളത്. എത്ര പ്രാവശ്യം വലിയൊരു സവിശേഷത 15-ാം നിയമസഭയിൽ ഉണ്ടായി. ഭരണകക്ഷി തന്നെ LDF തന്നെ പറയാണ്, നമുക്കിത് അടിയന്തര പ്രമേയത്തിൽ ചർച്ച ചെയ്താലോ എന്ന് ഷംസീറിനോട് ചോദിച്ച സംഭവങ്ങൾ എത്രയാ 15-ാം നിയമസഭ കടന്നു കഴിഞ്ഞു പോയത്. എന്നിട്ട് ഇപ്പോ ആദ്യമായി പെട്രോൾ വില വർധനയിൽ കേന്ദ്ര ഇടപെടലുകളിൽ ശക്തമായ പ്രതിഷേധം നടത്തണം, അതൊരു ഡിസ്കഷൻ ആവാം എന്ന് പറയുമ്പോൾ അതിനുവേണ്ടി സഭാ നടപടികളുടെ സമയം കളയാനില്ല എന്ന് മുഖ്യമന്ത്രിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന സ്പീക്കറും സ്റ്റാൻഡ് എടുത്ത വഞ്ചനയുടെ, രാഷ്ട്രീയ മര്യാദയില്ലായ്മയുടെ ദിവസമാണ് ഇന്ന് എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, LDF-ഉം UDF-ഉം തമ്മിലുള്ള രാഷ്ട്രീയ മര്യാദയുടെ കണക്കുകൾ എടുത്താൽ VD സതീശനും കൂട്ടരും പ്രതിപക്ഷത്തിൽ നിന്ന് 2021 സത്യപ്രതിജ്ഞാ ചടങ്ങിന് പിണറായിയുടെ 2-ാം ഊഴത്തിന് സെൻട്രൽ സ്റ്റേഡിയത്തിൽ വന്നില്ല എന്നതടക്കമുള്ള എത്രയെത്ര കാര്യങ്ങളാണ്. രാഷ്ട്രീയ ബോധ്യവും മര്യാദയും പേറുന്ന വാക്കുകൾ പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് 16-ാം നിയമസഭയിൽ ആവശ്യമായ സമയം മുഖ്യമന്ത്രിക്കും കൂട്ടരും കൊടുക്കണമെന്ന് പറഞ്ഞത് ഈ രാഷ്ട്രീയ പകലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കേട്ടതല്ലേ എന്നുള്ളതാണ്. പകയാണ് ഇവർക്ക്, പകയും വിദ്വേഷവും മാത്രം കൈയാളുന്ന ഒരു കൂട്ടർ. നോക്കൂ നിങ്ങൾ, പിണറായിയുടെ ഡ്രൈവറെ റെയിൽവേ സ്റ്റേഷനിൽ ആക്രമിച്ച അവസ്ഥ, കടം തെറ്റായി പറയുന്ന അവസ്ഥ, വലിയ രീതിയിൽ കടമുണ്ട് ഇവിടെ, പൂച്ച പെറ്റുകിടക്കുന്നു എന്ന് പറഞ്ഞ് ധവളപത്രത്തെ കുറിച്ച് മുന്നോട്ട് പോകുമ്പോ അത് 5400 കോടിക്ക് പുറത്ത് ഉണ്ട് എന്ന് വിവരാവകാശം നൽകി ഒരു പൗരൻ ജനമധ്യത്തിൽ ഇട്ടുകൊടുത്തതും നമ്മൾ കണ്ടു. ലിക്വിഡ് ക്യാഷിന്റെ കണക്കും പുറത്തു വന്നു എന്നുള്ളത്. ഇങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ്. ഇന്ധന വില വർധനയിൽ എല്ലാം കഴിഞ്ഞു പ്രതികരിക്കാം, എല്ലാം കഴിഞ്ഞു നമുക്ക് തീരുമാനിക്കാം എന്ന സതീശന്റെ മുടന്തൻ ന്യായം ആണ് എന്നുള്ളത് പറയാതെ വയ്യ. ഇന്ന് CPI-യും CPM-ഉം എടുത്ത സ്റ്റാൻഡ് കൂടി വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ്. ധവളപത്രം എന്ന ഉമ്മാക്കി കാട്ടി പേടിക്കണ്ട എന്ന് സാക്ഷാൽ പിണറായി വിജയൻ പറയുന്നു. കേന്ദ്രത്തോടൊരു നിലപാട് പറയണ്ടേ എന്ന് CPI നേതാവ് K രാജൻ പറയുന്നു എന്നുള്ളതാണ്. ഒരു നിലപാട് പറയണ്ടേ? കേന്ദ്ര നികുതിയും എക്സൈസ് ഡ്യൂട്ടിയും കുറയ്ക്കണം, അത് ചുരുക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വലിയ പ്രശ്നം കൂടി ഉയർത്തിക്കാട്ടുന്നു എന്നുള്ളതാണ്. നോക്കൂ നിങ്ങൾ, നയപ്രഖ്യാപനത്തിൽ ഗവർണർ നിന്ന് പറഞ്ഞതിലൊന്നും കേന്ദ്രത്തെക്കുറിച്ച് ഒരു എതിർപ്പ് പ്രകടിപ്പിക്കാതെ, കേന്ദ്രത്തോടൊരാവശ്യം ഉന്നയിക്കാതെ സതീശൻ സർക്കാരിന്റെ വെള്ള പൂശിയ നയമാണ് ഇനി ഇവിടെ നടക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായതാണ് രാഷ്ട്രീയ കേരളത്തിന്. പറഞ്ഞതൊന്നും ചെയ്യാതെ, പറയാത്തതെല്ലാം ഇങ്ങനെ വെറുതെ കാര്യങ്ങളാക്കി മാറ്റിവെച്ച് സതീശൻ മുമ്പോട്ട് പോകുന്നതിന്റെ ഉത്തമ ലക്ഷണങ്ങൾ എന്നുള്ളതല്ലാതെ ഒന്നും പറയാനില്ല. മാത്രമല്ല, രാഷ്ട്രീയ മര്യാദയില്ലാത്ത ഈ കൂട്ടർ രാഷ്ട്രീയ പകപോക്കലിനു കൂടി ഇറങ്ങിത്തിരിക്കുന്നു എന്ന അപകടകരമായ കാര്യം കൂടിയാണ് കേരളം കാണാനിരിക്കുന്നത്.